എല്ലാവർക്കും റീഡോ ലൈഫിന്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ചു കാലമായി ഒരു പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചിറ്റാറ്റൊക്കെ നടത്തിയിട്ട് അല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇനി ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഫോറിനിൽ പോവോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഫോറിനിൽ സെറ്റിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്നൊക്കെ. അപ്പൊ അതിനൊരു ഒരു റിപ്ലൈ തരാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം റിപ്ലൈ ഇൻ ദ സെൻസ് ഒരിക്കലും വേറൊരു ഫോറിൻ രാജ്യത്തിനെ കുറ്റം പറയുമൊന്നുമല്ല, പകരം ഇവിടെ താമസിക്കുന്നതുകൊണ്ടുള്ള എനിക്ക് പോയിട്ടുള്ള ചില ഗുണങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ. അപ്പം ഞങ്ങളിപ്പം 1.5 വർഷമായി തിരിച്ചു വന്നിട്ട്. അപ്പം തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ അത്യാവശ്യം നല്ല ഫിനാൻഷ്യൽ ക്രൈസിസിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നല്ല ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് വെച്ചാൽ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഡ്രെയിൻ ആയ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ നേരത്തെ വീഡിയോകളിലൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പക്ഷേ സിറ്റുവേഷൻ ഇസ് ഗെറ്റിംഗ് ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെയുള്ള ആ ഒരു ഭയങ്കര സംഭവ അവസ്ഥയിലോട്ട് എത്തിയതൊന്നും അല്ല പറയുന്നത്. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങളുടെ സിറ്റുവേഷൻ കുറച്ച് ബെറ്ററായി വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒരു കൺവെൻഷണൽ രീതി അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ നിലവിൽ ജോബ്ലെസ് ആണ്. ജോബ്ലെസ് എന്നുള്ള കോർട്ടിൽ തന്നെ പറയണം. കാരണം നമ്മുടെ നാട്ടില് ഇപ്പോഴും പഴയ ആൾക്കാര്, ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാര്, പണിയില്ലാത്ത ആൾക്കാർ എന്നുള്ള രീതിയിലൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും എന്റർപ്രണേഴ്സ് ആണ്. ഇപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് റൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അത് KG തൊട്ട് +2 വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്, പിന്നെ അതുപോലെ തന്നെ കരിയർ ഓറിയന്റഡ് ക്ലാസ്സുകൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, സ്കിൽ ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പ്ലാറ്റ്ഫോമാണ് റൈറ്റ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളിപ്പം ഞങ്ങളുടെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ അതിന്റെ കാര്യങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ. അപ്പം ഞങ്ങള് തുടങ്ങിയ സമയത്ത് നമ്മളുടെ ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മല പോലൊക്കെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് നമ്മുടെ സിറ്റുവേഷൻ ഈവൻ ഈ റൈറ്റ് ബോർഡ് കൊണ്ട് മാത്രം തന്നെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പറയാണ്, ഫുള്ളായിട്ട് മാറിയിട്ടൊന്നുമില്ല. എന്നാലും നമ്മുടെ സിറ്റുവേഷൻ ഇങ്ങനെ ഡേ ബൈ ഡേ വളരെ ചെറുതായിട്ടെങ്കിലും ഇങ്ങനെ ബെറ്ററായി വരുന്നുണ്ട്. അപ്പം നമ്മള് ഇത്രയും കാലം ഞങ്ങൾ രണ്ടുപേരും ജോലിക്കാർ തന്നെയായിരുന്നു. ഇപ്പൊ നിലവിൽ ആ ഒരു ഒരു എംപ്ലോയി എന്നുള്ള ഒരു രീതി മാറിയിട്ട് ഒരു എന്റർപ്രണർ അഥവാ എംപ്ലോയർ എന്നുള്ള സ്റ്റാറ്റസ് ആണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 10 കൂടുതൽ ടീച്ചർമാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മള് കറക്റ്റായിട്ട് അവർക്ക് സാലറികൾ കാര്യങ്ങളെല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള വരുമാനം തന്നെയാണ് വരുന്നത് അല്ലെ. അത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ലോണുണ്ട്, വർക്കുകളുടെ EMI ഉണ്ട്, 2 2 വീലർ എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ EMI ഉണ്ട്. അപ്പം അങ്ങനെയുള്ള നമ്മളുടേതായിട്ടുള്ള ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ടും നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഒരു ചെറിയ സേവിങ്സിനെങ്കിലും ഉള്ള ഒരു തുക കിട്ടുന്നുണ്ട്. അത് നമ്മുടെ നാടിന്റെ ഒരു ബെനിഫിറ്റ് ആണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം ഞങ്ങള് കാനഡയിലായിരുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡിന്റെ ഒരു മാസ വരുമാനം എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഇവിടെ കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർ 2 ലക്ഷം രൂപ എന്ന് പറയും. ഞാനും അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഈ 2.5 ലക്ഷം രൂപയില് ഒരു 60 തൊട്ട് 40% വരെ ടാക്സ് കഴിഞ്ഞിട്ടുള്ളതാണ് കിട്ടുന്നത്. അതും ഏതെങ്കിലും ദിവസം നമ്മൾ ലീവൊക്കെ എടുക്കുകയോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ കട്ട് ചെയ്യും. ആ ഒരു പിന്നെ കൈ കിട്ടുന്ന 2 ലക്ഷം രൂപ എന്ന് പറയുന്നത് പിന്നെ കൈ കിട്ടുന്ന ഒരു 1,80,000 അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ആ ഒരു ഇതായിരിക്കും കിട്ടുന്നത്. അതിന്റെ ഒരു 3/4 ഭാഗവും നമ്മുടെ റെന്റിന് പോകും. റെന്റ് എല്ലാവരും ചോദിക്കാം, നിങ്ങൾക്ക് ഷെയർഡ് അക്കോമഡേഷൻ കഴിയാൻ പറ്റത്തില്ലേ? പക്ഷെ കുട്ടി ആയിട്ട് പോകുമ്പോഴത്തേക്കും നമുക്കൊരിക്കലും ഷെയർഡ് അക്കോമഡേഷനിൽ കഴിയുന്നതിന് കുറെ പരിമിതികളുണ്ട്. പ്രത്യേകിച്ചും കൊച്ചു കുഞ്ഞാകുമ്പോഴത്തേക്കും അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഫാമിലിയായിട്ടുള്ള ചെറിയ പ്രൈവസികളും കാര്യങ്ങളും ഒക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ചും കുട്ടിയുടെ ഭക്ഷണ കാര്യം ഉൾപ്പെടെയുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു സെപ്പറേറ്റ് ബേസ്മെന്റ് എടുത്താലേ പറ്റത്തുള്ളൂ. ഒരു മുറി ഞങ്ങൾ താമസിച്ചത് ഒരു മുറിയും അടുക്കളയും എല്ലാം ഒരുമിച്ച് തന്നെയുള്ള ഒരു ബേസ്മെന്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും മുറിയും അടുക്കളയും എല്ലാം ഒന്നും തന്നെയായിരുന്നു. സെപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെയാണ് അവിടെ മിക്ക ബേസ്മെന്റുകളും വരുന്നത്. അപ്പം അതിന്റെ റെന്റുണ്ട്. പിന്നെ ഗ്രോസറി, നമ്മൾ എത്രയൊക്കെ ഫുഡ് ബാങ്കിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താലും നമുക്ക് അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളെങ്കിലും നമ്മൾ വാങ്ങിച്ചല്ലേ പറ്റത്തുള്ളൂ. ഇപ്പം പ്രത്യേകിച്ചും കുഞ്ഞും കൂടെ ഉള്ളപ്പോഴത്തേക്കും കുഞ്ഞിന് പാലെങ്കിലും വാങ്ങിക്കാതെ പറയുന്ന ബേസിക് കാര്യങ്ങൾ നമ്മൾ വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. അതിന് പോലും അവിടെ അത്യാവശ്യം നല്ല വില കൂടുതലാണ്.
പിന്നെ ലോണ്ടറി. ഇപ്പൊ ഞങ്ങൾ താമസിച്ചെടുത്ത് ലോണ്ടറി ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ലോണ്ടറി വാഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. അപ്പൊ ഈ ലോണ്ടറി വാഷ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പിന്നെ എന്താ അരമണിക്കൂറിന് $24 അങ്ങനത്തെ രീതിയിലാണ് പോകുന്നത്. അപ്പൊ ഈ ലോണ്ടറി പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു വണ്ടി ഉണ്ടായിരുന്നു. ആക്ച്വലി ആ വണ്ടി എടുത്തത് പിന്നെ അതൊരു സ്റ്റുപ്പിഡിറ്റി ആയിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് സ്റ്റുപ്പിഡിറ്റി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മളൊക്കെ ചെന്ന സമയത്ത് ആൾക്കാർ പറഞ്ഞു ഇതുപോലെ ഊബർ ഓടിക്കാം, അല്ലെങ്കിൽ എന്താ ഈ ഫുഡ് ഡെലിവറി സർവീസ് ചെയ്യാം, അപ്പം വണ്ടി നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അതിന്റെ ബേസിലാണ് വണ്ടി എടുത്തത്. പക്ഷെ അപ്പോഴത്തേക്കും എന്താണ് ഈ പറയുന്ന ഫുഡ് ഡെലിവറി ആപ്പിലൊക്കെ പിന്നെ അത് ഫില്ലാവുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെയാണ് നമുക്ക് വണ്ടിക്ക് ഒരു ഉപകാരമില്ലാത്ത ഒരു രീതി വന്ന് വണ്ടി ഒരു ബാധ്യത പോലൊക്കെ ആവുന്നു. അപ്പൊ അതിന്റെ EMI ഉണ്ട്. അപ്പം പിന്നെ നമ്മുടെ ഇൻഷുറൻസ്, അങ്ങനെ ഈ പറയുന്ന EMI അതെല്ലാം അടച്ചു കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ പിന്നെ നമ്മുടെ നാട്ടിലേതിനെക്കാട്ടിലും എന്താ വരുമാനം കുറവാണ് കൈ കിട്ടുന്നത്. അതായത് സേവ് ചെയ്യാൻ കിട്ടുന്ന ഒരു പൈസ എന്ന് പറയുന്നത് വളരെ കുറവാണ്. യൂറോപ്യൻ കൺട്രീസിൽ ഒട്ടുമിക്കയുടെ ഒരു അവസ്ഥ ഇത് തന്നെയാണ്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല. എല്ലാവർക്കും അറിയാം നമ്മുടെ ടാക്സ് കാര്യങ്ങളൊന്നും ഇല്ലാന്നുള്ളത്. അപ്പം നമ്മുടെ നാട്ടില് ഞങ്ങളിവിടെ എന്താണ് സോക്കോൾഡ് ജോബ്ലെസ് ആയിട്ട് പോലും നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനങ്ങൾ ഇപ്പൊ കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ കാര്യങ്ങൾക്ക് സ്കൂളിൽ ചേർക്കാനുള്ളതാണെങ്കിലും പിന്നെ സ്കൂൾ ഫീസ് കൊടുക്കാനുള്ളതാണെങ്കിലും ഒക്കെ നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ അടുത്തുപോലൊക്കെ ഉള്ള നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഒരു നമ്മുടെ നാടിന്റെ ഗുണം എന്ന് പറയുന്നത് ഹെൽത്ത്. ഈ പറയാതിരിക്കാൻ പറ്റത്തില്ല, നമ്മുടെ ഹെൽത്ത് ഭയങ്കര അടിപൊളിയാണ്. അത് നമ്മൾക്ക് വേറെ സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് അതിന്റെ ഒരു ഗുണം നമ്മൾ അറിയുന്നത്. നമുക്കൊരു രാത്രി ഒരു പനി വന്നാൽ പോലും നമുക്ക് ഏതെങ്കിലും ആശുപത്രിയിലോട്ട് നേരെ ഓടിപ്പോവാം. നമുക്ക് എപ്പോഴും അപ്രോച്ചബിൾ ആണ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം പിന്നെ നമ്മൾ വലിയ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പോലും ഇല്ല. കുട്ടിക്കൊക്കെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ ആണെങ്കിൽ പോലും നമുക്ക് പോവാം. നമുക്ക് മരുന്നുകൾ അവൈലബിൾ ആണ്. പക്ഷെ അവിടുത്തെ അവസ്ഥ അതല്ല. അവിടെ പിന്നെ അവരത്ര എമർജൻസി ആണെങ്കിൽ മാത്രമേ പിന്നെ ആ ഒരു ഇതിൽ പ്രാധാന്യത്തോടുകൂടിയിട്ട് നമ്മളെ നോക്കത്തൊക്കെ ഉള്ളൂ. ആള് തട്ടിപ്പോകാനുള്ള ചാൻസ് ഒന്നും ഇല്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അവരങ്ങനെ അവരുടെ കയറാൻ തരത്തില്ല. പിന്നെ പല ടെസ്റ്റിനൊക്കെ ആണെങ്കിലും ഒരുപാട് സമയമെടുക്കും. 6 മാസം 7 മാസം ഒക്കെ വെയിറ്റിംഗ് പീരീഡ് ഒക്കെ ഉണ്ടാവും. അപ്പോഴത്തേക്കും ഈ എന്തെങ്കിലും കടുത്ത രോഗമുള്ള ആൾക്കാർക്കാണെങ്കിൽ ആ ഒരു രോഗം ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൊക്കെ പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതാണ് ഹെൽത്തിന്റെ കാര്യം. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം എനിക്ക് നമ്മുടെ നാടിന്റെ ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് സോഷ്യൽ സർക്കിളാണ്. ഇപ്പം ഞാൻ ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ എനിക്കൊരു നല്ല സോഷ്യൽ സർക്കിൾ ഉണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം വളരെ വലിയൊരു സോഷ്യൽ സർക്കിൾ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ അങ്ങോട്ട് പോയത്. അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് കൂട്ടിലിട്ട പോലത്തെ അവസ്ഥയായിരുന്നു. എന്താ ഈ ടൈമിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് സംസാരിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്നും വിളിച്ച് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. എന്നിട്ട് ഞാൻ പലപ്പോഴും എന്താണ് ഉറങ്ങാതെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. രാത്രി 10:30 ആകുമ്പോൾ വിളിക്കുമ്പോഴത്തേക്ക് അവര് ഓഫീസിൽ വരുന്ന തിരക്കിലൊക്കെ ആയിരിക്കും. പിന്നെ ലഞ്ച് ബ്രേക്ക് നോക്കി വിളിക്കേണ്ടതൊക്കെ ഉണ്ട്. അത് ഉച്ചയ്ക്ക് രാത്രി സോറി അവിടുത്തെ 2 മണി സമയത്തൊക്കെ ഞാൻ ഉണർന്നിരുന്ന് വിളിച്ചിട്ടൊക്കെ ഉണ്ട്. കാരണം അത്രയും നമുക്ക് ഒരു ലോൺലി ഫീൽ. ഈ ശരിക്കും ആ ജാനമൻ സിനിമയില് ബേസിൽ ജോസഫിന്റെ ക്യാരക്ടർ കാണിക്കുള്ളൂ. അതുപോലെ ഒക്കെ ഉള്ള ഒരു അവസ്ഥയുണ്ട്. അത്രയും ഒരു ഒറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. അവിടെ അസോസിയേഷൻസ് ഒക്കെ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അസോസിയേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റുഡൻസിന് അത്രത്തോളം അത്ര വെൽക്കമിങ് ഒന്നും അല്ല. പൊതുവെ അത് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ്. നമ്മൾക്ക് അവിടെ ഒരു പിന്നെ അവിടെ ഈ സോഷ്യൽ സ്റ്റാറ്റസ് കാണിക്കുന്നത് കുറച്ച് കൂടുതലാണ്. എസ്പെഷ്യലി മലയാളികൾ. ഒന്ന് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള മലയാളികളാണെങ്കിൽ അവർക്ക് ഈ പുതുതായിട്ട് വരുന്ന ആൾക്കാരോട് കട്ട പുച്ഛമാണ്. എന്തിനാന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അവർക്ക് ഭയങ്കര കട്ട പുച്ഛമാണ്. അപ്പം നമുക്ക് അതും അത്ര ആക്സസിബിൾ ഒന്നുമല്ല. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പറയും ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളത്. എനിക്കറിയാൻ പാടില്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറയുന്നതിൽ എന്തുമാത്രം വാസ്തവമുണ്ടെന്നുള്ളത്. നമ്മളൊന്ന് അറിഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ നിലവില് ഞാൻ തന്നെ ഇപ്പം പിന്നെ 2-3 ജോലികൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ റൈബോർഡിന്റെ പിന്നെ CEO ആണ് ഞാൻ. അതിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്റെ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എനിക്ക് വേറെ ഒരു സ്വന്തമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട്, സോഷ്യോ വൈസ് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ജോലികൾ ഞാൻ ചെയ്യുന്നുണ്ട്. കണ്ടന്റ് റൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വ്ളോഗിങ്, ഇതൊക്കെ എന്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളായതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ പാഷൻ ഉള്ളത് നിങ്ങളൊന്ന് തപ്പി എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ജോലികൾ ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും നമുക്ക് ഇഷ്ടംപോലെ പണികളുണ്ട്.
നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ട് നമുക്ക് 2-3 ജോലികൾ ചെയ്യാൻ നമ്മൾ റെഡിയാണ് അല്ലേ? ആ റെഡിനെസ് എന്തുകൊണ്ട് നമുക്ക് ഇവിടെ കാണിച്ചുകൂടാ? നമ്മുടെ സ്വന്തം നാട്ടിൽ നമുക്ക് 2-3 ജോലികൾ ചെയ്യാൻ നമ്മൾ എന്തിനാ മടിക്കുന്നത്? ഇപ്പൊ ഒരു മെയിൻ ജോലി ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ നമുക്ക് പാസീവ് ഇൻകമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലികൾ നമുക്ക് കണ്ടുപിടിക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പാസീവ് ഇൻകം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് നമ്മുടെ പിന്നെ വരുമാന സ്രോതസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പൊ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് നല്ല വഴി കൂടെ ഉള്ള കാര്യമാണ്, അല്ലാതെ വളഞ്ഞ വഴി കൂടെ പൈസ ഉണ്ടാക്കുന്ന കാര്യമല്ല ഉദ്ദേശിച്ചത്. നല്ല വഴി കൂടെ അല്ലെങ്കിൽ നേരായ വഴി കൂടെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ചുറ്റും തന്നെ കിട്ടും. അതാണ് വേറെ കാര്യം പറയാനുള്ളത്. അപ്പൊ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോലി തീരെ ഇല്ല, ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. കിട്ടുകയാണെങ്കിൽ ഈ പറയുന്ന മാതിരി നമുക്ക് ഈ ടാക്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കയ്യിൽ കിട്ടൂല. ഇവിടെ പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലല്ലോ. നമുക്ക് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? അത് പിന്നെ വളരെ തുച്ഛമായ തുകയെ നമുക്ക് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ ഇല്ല എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മുടെ ഇവിടെ ജോലി ഇല്ലാത്തത്. പക്ഷെ നമ്മൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ജോലി സാധ്യതകളുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഞാനിപ്പം നിലവില് അമൃത യൂണിവേഴ്സിറ്റിയുടെ MBAക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനു മുമ്പ് ഞാൻ അമിറ്റിയുടെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ രണ്ടിനെയും കരിക്കുലം നോക്കുമ്പോഴത്തേക്കും ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിലെ MBAയുടെ കരിക്കുലത്തിനെക്കാട്ടിലും ഒക്കെ എന്തുകൊണ്ടും നല്ലതാണ്. ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കരിക്കുലമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം, നമ്മൾ അവിടെ ഒരുപാട് സംഭവം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇപ്പൊ എന്റെ മോളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അവിടെ 2 ഡേ കെയറുകൾ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 ഡേ കെയറിലെ ടീച്ചേഴ്സ് പറഞ്ഞൊരു കാര്യം, കുട്ടി അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ എനിക്കാദ്യം അത്ഭുതമായി പോയി, എന്താണ് ഈ സംസാരിക്കുന്നത് പറയുന്നത്, എന്താണ് ഇത്ര കാര്യം എന്ന്. പക്ഷെ പിന്നെ അവിടുത്തെ കുട്ടികള് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. അവരെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവര് പിന്നെ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ ഡേ കെയർ പോകുന്നുണ്ടായിരുന്നു. അവിടുന്ന് കിട്ടിയ സ്കില്ലാണ് അവൾക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് അത്ര മോശമൊന്നുമല്ല. നമ്മൾ മനഃപൂർവ്വം കുറച്ച് കാണിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതുകൊണ്ട് എനിക്കിപ്പോ അറിയാം പുറത്തുള്ള കുട്ടികൾക്കാണോ പിന്നെന്താ കുറച്ച് നല്ലതായിട്ട് സ്കിൽസ് ഉള്ള, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുട്ടികളാണോ മികച്ചതെന്നുള്ളത് എനിക്കിപ്പോ വളരെ കൃത്യമായിട്ട് അറിയാം. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് പിന്നെ അഡീഷണൽ സ്കിൽസ് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കാണുള്ളത്. അപ്പം അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് ഈ പറയുന്ന അക്കരപ്പച്ച എന്ന് പറഞ്ഞ സംഭവം ഞാൻ ശരിക്കും അനുഭവിച്ചു കഴിഞ്ഞത് കൊണ്ടാണ് എനിക്കിതിപ്പം ഇത്രയും പറയാൻ പറ്റുന്നത്. ഞാൻ പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞ മാതിരി നമ്മുടെ റോഡ് ശരിയല്ല, ഗവൺമെന്റ് ശരിയല്ല, അത് ശരിയല്ല എന്ന് പറയുന്ന ആള് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ മാറി ഇന്ന് നമ്മുടെ നാടിനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ നാട് ശരിക്കും സ്വർഗം തന്നെയാണ്. പിന്നെ ക്രൈം റേറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ക്രൈം റേറ്റ് അവിടെയുണ്ട്, ഇല്ലാഴിയൊന്നുമില്ല. അത് ഈ മീഡിയയിൽ അത്ര വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ക്രൈം റേറ്റ് ഒക്കെ ഇഷ്ടം പോലൊക്കെ അവിടെയുണ്ട്. പിന്നെ ദാരിദ്ര്യം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യമുണ്ട്. ഞാൻ പഠിച്ചത് ഡൗൺ ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങൾ താമസിച്ചിരുന്നത് സറി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സറിയിൽ നിന്ന് ഡൗൺ ടൗണിലോട്ട് മെട്രോയിലാണ് പോകുന്നത്. അപ്പൊ ഡൗൺ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് കോളേജിലോട്ട്. ആ നടക്കുന്ന വഴി മൊത്തം സൈഡില് പിന്നെ എന്താണ് ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ കിടക്കുകയാണ്. അത് നല്ല കഞ്ചാവാണ്, നല്ല ഡ്രഗ് അടിച്ച് പിന്നെ ബോധമില്ലാതാണ് പലതും ആ ഒരു തണുപ്പത്ത് കിടക്കുന്നത്. അവർക്ക് ജോലിയും കൂലിയൊന്നും ഇല്ല. ചില സമയത്ത് ആൾക്കാർ കണ്ട് നമ്മൾക്ക് ബെഗ്ഗിയാറുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കൽ സറിയില് ബസ് സ്റ്റാൻഡിൽ ഇരുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് എനിക്കൊരു $5 തരാമോ എന്ന് ചോദിച്ചിട്ട് ബെഗ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഷോക്കിലായിട്ട് പോയിട്ടുണ്ട്. കാരണം നമ്മൾ കാനഡയിൽ ഈ പറയുന്ന വിശക്കാരുണ്ടോ എന്നുള്ളത് നമുക്ക് പുതിയ അറിവാണ്. അപ്പൊ അത് അവിടെയുണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവിടെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മള് റീലിലൊക്കെ കാണുമ്പോഴത്തേക്കും വളരെ മാസ്മരിക ഭംഗിയുള്ള സ്ഥലമായിട്ടാണ് കാണുന്നത്. ആക്ച്വലി മാസ്മരിക ഭംഗിയൊക്കെ ഉണ്ട്, ഇല്ലാഴികയൊന്നും ഇല്ല. പക്ഷെ അവിടെ എവിടെ നോക്കിയാലും ഗ്രീനറി ആണുള്ളത്. അതിപ്പോ നമ്മുടെ നാട്ടില് എന്താണ് തെങ്ങിൻ തോപ്പ് ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെയാണ് അവിടെ ഈ പച്ചപ്പൊക്കെ ഉള്ളത്. അവിടത്തെ ഒരു ജോഗ്രഫി അങ്ങനെ ആയതുകൊണ്ടാണ് അത്രയും ഭംഗിയിൽ തോന്നുന്നത്. പിന്നെ ഒരു വെതർ ഭയങ്കര സോഫ്റ്റ് വെതർ ആയതുകൊണ്ട് നമുക്കത് ക്യാമറയിൽ കാണുമ്പോഴത്തേക്കും വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാർക്കുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഓരോ സ്ട്രീറ്റ് കഴിയുമ്പോഴും അവിടെ പാർക്കുകൾ ഉണ്ടായിരുന്നു. അതൊരു നല്ല കാര്യമായിരുന്നു. ഇവിടെ പക്ഷെ കുട്ടിക്ക് കളിക്കാനൊക്കെ അങ്ങനെ പാർക്കൊന്നും അങ്ങനെ എല്ലാ സ്ട്രീറ്റിലും ഒന്നും ഇല്ല എന്ന് പറയുന്നത് അതെനിക്ക് ഒരു ഇച്ചിരി നെഗറ്റീവ് ഒന്നല്ല. പക്ഷെ എന്നാലും നമുക്ക് വേറെ പാർക്കിലോട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. അങ്ങനത്തെ ഒരു ഇതുണ്ട്.
അതിനപ്പുറത്തേക്ക് എനിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളൊന്നും നമ്മുടെ നാട് തന്നെയാണ് ഇഷ്ടം. അപ്പം വിദേശത്ത് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം പറയാൻ പറ്റിയതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ ഞങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിദേശത്ത് പോകും കേട്ടോ. ഇപ്പം ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട്. അപ്പം എനിക്ക് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ വന്നാലും പുറത്തൊക്കെ പോകും. ഇത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമോ എന്നുള്ള കാര്യം ഇല്ല. നിലവിൽ 99% ഇല്ല എന്ന് തന്നെ പറയുന്നുള്ളൂ. പിന്നെ ബാക്കി 1% നമ്മുടെ കയ്യിലല്ല ഉള്ളത്, ദൈവത്തിന്റെ കയ്യിലുള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റുകളും അറിയിക്കുക. അടുത്ത വ്ളോഗിൽ കാണുന്നതുവരെ ബൈ ബൈ.